ഡി, പി സി ഒ ഡി, പി സി ഒ ഡി. എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന പോയം മാറിയിട്ട് ഇപ്പം എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും എല്ലാ സ്ത്രീകൾക്കും പി സി ഒ ഡി ഉണ്ട്. എന്താണ് ഈ പി സി ഒ ഡി, അഥവാ അതെങ്ങനെയാണ് നമുക്ക് പിടിപെടുന്നത്? പീരീഡ്സ് ആയി തുടങ്ങിയ കൊച്ചു പെൺകുട്ടികൾ മുതൽ 40 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പി സി ഒ ഡി കണ്ടുവരാറുണ്ട്. പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീകൾക്ക് യൂട്രസിൻ്റെ 2 സൈഡിലും കൈ പോലെ 2 ട്യൂബുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഓരോ ഓവറി ഉണ്ട്. ആ ഓവറിയിൽ ചെറിയ ചെറിയ കുരുക്കൾ പോലെ, കുമിളകൾ പോലെ സിസ്റ്റുകൾ ഉണ്ടാകുന്ന കണ്ടീഷനാണ് പി സി ഒ ഡി എന്ന് പറയുന്നത്. എല്ലാവരുടെയും വിചാരം അമിതവണ്ണം ഉള്ളവർക്ക് മാത്രമാണ് പി സി ഒ ഡി എന്നാണ്. എന്നാൽ അതൊരു തെറ്റിദ്ധാരണയാണ്. 75% വണ്ണമുള്ള ആൾക്കാരിൽ പി സി ഒ കണ്ടുവരുന്നു. അതിന് ഒബീസ് പി സി ഒ എന്നും. എന്നാൽ 25% തീരെ മെലിഞ്ഞ് സ്കെലിറ്റ് പോലിരിക്കുന്ന കൊച്ചു പെൺപിള്ളേർക്കും പി സി ഒ വരാറുണ്ട്. അവർക്ക് ലീൻ പി സി ഒ എന്നും പറയപ്പെടുന്നു. എന്തുകൊണ്ടാണ് പി സി ഒ വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരഘടന, ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ്, BMI മെയിൻറ്റെയിൻ ആകാത്ത കണ്ടീഷൻസിലാണ് പി സി ഒ ഒരാൾക്ക് പിടിപെടുന്നത്. ജനറ്റിക് ആയും വരാം, അതുപോലെ തന്നെ ജീവിതശൈലിയുടെ ചേഞ്ചസ് കൊണ്ടാണ് മെയിൻലി പി സി ഒ എസ് അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഒരാൾക്ക് വരുന്നത്. ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന പി സി ഒ എസിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ ആർത്തവം സംബന്ധിച്ചിട്ടുള്ള ഇറഗുലാരിറ്റിയാണ്. അതായത് പീരീഡ്സ് ഇറഗുലറായിട്ട് വരിക, വന്ന പീരീഡ്സ് നിൽക്കാതിരിക്കുക, അതുപോലെ ഒരു മാസം 2 തവണ ബ്ലീഡിങ് വരിക. ഇനി ഒരു പീരീഡ് വന്നാൽ തന്നെ ഒരു പാഡ് വെക്കേണ്ട പോലും ആവശ്യം വരത്തില്ല. ഒരു അടയാളം പോലെ ജസ്റ്റ് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊരു ബ്ലീഡിങ് കണ്ടിട്ട് പോവുക. പിന്നെ ചിലർക്കാണെങ്കിലോ പീരീഡ്സ് വരുത്തേയില്ല. 2-3 മാസങ്ങൾ കൂടി ഇരിക്കുമ്പോഴായിരിക്കും ഒരാൾക്ക് പീരീഡ് വരിക. ഇതെല്ലാമാണ് പി സി ഒയുടെ ലക്ഷണങ്ങൾ. ഇതുപോലെ തന്നെ അമിതവണ്ണവും അമിത രോമ വളർച്ചയും പി സി ഒ എസിന്റെ ലക്ഷണം തന്നെയാണ്. വന്ന പി സി ഒ ഇനി എങ്ങനെ കണ്ടുപിടിക്കും അല്ലെ സ്ഥിരീകരിക്കും എന്ന് ചോദിച്ചാൽ, അൾട്രാസൗണ്ട് സ്കാൻ ആണ് ദി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ടു കൺഫേം പി സി ഒ. ഇനി ഇതെങ്ങനെ നിയന്ത്രിക്കാം, അല്ലെങ്കിൽ ഇതെങ്ങനെ വരാതിരിക്കാൻ ശ്രമിക്കാം? നമ്മുടെ BMI, ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള അസുഖങ്ങളും നമുക്ക് ഉണ്ടാകുന്നില്ല. പീരീഡ്സ് കറക്റ്റായിട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് അതിനുള്ള സ്ഥായിയായ ഒരു എവിഡൻസ്. ഒരു ലേഡിക്ക് ഒരു തവണ പി സി ഒ എസ് വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതൊരു ലൈഫ് ടൈം ഡിസീസ് പോലെ ആകുന്നു. ഷുഗർ പോലെ, പ്രഷർ പോലെ നമ്മളുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും വെച്ച് മാത്രം നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനായി മാറുന്നു പി സി ഒ എസ്. എന്തുകൊണ്ട് പീരീഡ്സ് ഇറഗുലർ ആകുന്നു, എന്തുകൊണ്ട് അവരുടെ മെറ്റബോളിസം ബാധിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതാണ് കാരണം. സോ വാട്ട് ഈസ് ദ ട്രീറ്റ്മെൻറ്റ്? BMI കറക്റ്റ് ആക്കുക, ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, എക്സസൈസ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. ജീവിതശൈലി രോഗമായ പി സി ഒ എസിനെ എക്സസൈസിലൂടെയും ശരിയായ ഡയറ്റിലൂടെയും നമുക്ക് നിയന്ത്രിച്ച് നിർത്താവുന്നതേ ഉള്ളൂ.